ജിന്നിൻ്റെ പെണ്ണ് ഭാഗം 17 അവതരണം അപരം. അതുമാത്രമല്ല മെഹറു, അവൾ നിന്നെ നോക്കുന്ന നോട്ടം അത്ര ശരിയല്ല, എന്തോ ദേഷ്യമുള്ള പോലെയാണ്. എനിക്കപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഞാനും റിച്ചുവും മുകളിൽ പരസ്പരം നോക്കി നിന്നപ്പോൾ താഴെ നിന്ന് വന്ന സൗണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തന്നെ ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അവളോടൊന്നും പറഞ്ഞില്ല. രാത്രി ഐഷു ഉറങ്ങിയിട്ടും എനിക്ക് മാത്രം ഉറക്കം വന്നില്ല. അവൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മനസ്സിൽ കിടന്ന് വീർപ്പ് മുട്ടും പോലെ തോന്നി. രാവിലെ പതിവ് പോലെ ഞങ്ങൾ തറവാട്ടിലേക്ക് പോയി. കൂടെ ഐഷു ഉണ്ടായിരുന്നു. ഡി ഐഷു, നിന്നോട് ഞാനൊരു കാര്യം പറയാം. തറവാട്ടിൽ നിനക്കൊരു സർപ്രൈസ് കൂടിയുണ്ട്. ദയവ് ചെയ്ത് അതും കൂടി കണ്ടിട്ടുണ്ട് നെഞ്ചത്തേക്ക് വന്ന് കയറരുത്. പിന്നെ റിച്ചിനേക്കാളും എന്ത് വലിയ സർപ്രൈസാണ് ഉള്ളത്. മെഹറു, എന്തായാലും ഞാൻ സഹിച്ചു. ഞങ്ങൾ എത്തിയതിന് ശേഷമാണ് അപ്പച്ചിയും ഫാമിലിയും ഒക്കെ എത്തിയത്. അപ്പോഴേക്കും ഐഷു അവിടെ എല്ലാവരെയും പരിചയപ്പെട്ടിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഹാളിലിരിക്കുമ്പോഴാണ് ആഷിക്ക് അങ്ങോട്ട് വന്നത്. ഇക്കാനെ കണ്ടതും ക്ലാസ്സിലെ ഓർമ്മയിലാണെന്ന് തോന്നുന്നു ഐഷു ചാടി എണീറ്റ് ഗുഡ് മോർണിംഗ് സർ എന്ന് പറഞ്ഞു. പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആഷിക്കൊക്കെ ഞെട്ടിപ്പോയി. അതോടെ അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. ഐഷു ആകെ ചമ്മി നാറിയ ദേഷ്യത്തിൽ എന്നോട് ചോദിച്ചു, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, കോളേജ് മൊത്തം നിൻ്റെ കുടുംബക്കാരാണോ? നിൻ്റെ അമ്മായിപ്പനാണ് അവിടുത്തെ പ്രിൻസിപ്പൽ. അയ്യോ മോളെ, ഞാൻ പ്രിൻസിപ്പളൊന്നുമല്ല, സാധാ ഒരു ബിസിനസ്മാനാണ് എന്ന് അഹമ്മദ് മാമ പറഞ്ഞതും അവിടെ വീണ്ടും ചിരിയോട് ചിരിയായിരുന്നു. ഞാൻ അവന്മാരെയും ഐഷുവിനെയും കൊണ്ട് ഞങ്ങളുടെ തോട്ടത്തിലേക്ക് നടന്നു. അവിടെ വെച്ച് ഞാൻ ഐഷു പറഞ്ഞ കാര്യം അവന്മാരോടുകൂടി പറഞ്ഞു. എന്നെപ്പോലെ തന്നെ അവർക്കും അത് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള പോലെ തോന്നി. റിച്ചുവും ഞാനും കൂടി മുകളിൽ നിന്നും സംസാരിച്ചതുൾപ്പെടെ ഞാൻ പറഞ്ഞപ്പോൾ സംശയം അവർക്കും തോന്നി. ഞങ്ങൾ ആദ്യം മുതലുള്ള പ്രശ്നങ്ങൾ സംസാരിച്ചപ്പോഴെല്ലാം അവിടെ ഷെബാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. എന്ത് വന്നാലും ഇതിനെല്ലാം പിന്നിൽ അവളാണോ എന്ന് കണ്ടുപിടിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. രാത്രി ഫുഡ് കഴിച്ച് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഐഷു എൻ്റെ കുടുംബത്തിൽ ഒരംഗമായി മാറിയിരുന്നു. ഒരു ദിവസം കൊണ്ട് അവൾ ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവളായി മാറി. സൂര്യനും ചന്ദ്രനും മാറി മാറി വന്നുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് ക്ലോക്കിൻ്റെ സൂചികൾ നിർത്താതെ ഓടിക്കൊണ്ടിരുന്നു. കൂടെ ഞങ്ങളും. ആഴ്ചയിൽ 6 ദിവസം കോളേജിലും 1 ദിവസം തറവാട്ടിലും വെച്ച് നിരന്തരം ഞാനും റിച്ചുവും കണ്ടുമുട്ടിയെങ്കിലും ഞങ്ങൾക്കിടയിലെ ശീതസമരം തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഐഷു കൂടി എൻ്റെ പ്രണയരഹസ്യം അറിയുന്നതുകൊണ്ട് എവിടെ റിച്ചുവിനെ കണ്ടാലും അവൾ എന്നെ കളിയാക്കാൻ തുടങ്ങി. റോഹുവിനെ വായി നോക്കി ഐഷു നടക്കുന്നുണ്ടെങ്കിലും അവർക്കിടയിലും പുതിയ സംഭവ വികാസങ്ങളൊന്നും നടന്നില്ല. ഒരു ദിവസം ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തൊരു സംഭവം ഉണ്ടായി. ആ അലവലാതി റസാക്ക് വന്ന് എന്നെ പ്രപ്പോസ് ചെയ്തു. അതും കോളേജിൻ്റെ മുന്നിൽ വെച്ച്. അപ്പോൾ അവിടെ റിച്ചു ഉണ്ടായിരുന്നു. ഞാൻ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി. അവനൊരു മൈൻഡ് പോലും ഇല്ല. എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും പോയി. ഞാനും ഐഷുവും കൂടി ക്ലാസ്സിൽ പോയിരുന്നു. മെഹറു, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് സങ്കടമാകുമോ? ഇല്ല, നീ പറ ഐഷു. അതെ മെഹറു, നിൻ്റെ മുന്നിൽ വെച്ച് റിച്ചൂക്കാൻ ഒരാൾ പ്രപ്പോസ് ചെയ്താൽ നിൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്താവും? എന്താവാൻ, അവൾ ആരായാലും ഞാൻ തല്ലിക്കൊല്ലും. നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവൻ എൻ്റെ ജീവനാ. അവൻ എൻ്റെ മുന്നിൽ വെച്ച് ഒരാൾ പ്രപ്പോസ് ചെയ്താൽ പിന്നെ ഞാൻ അവളെ പിടിച്ച് ഉമ്മ വെക്കണോ? പറഞ്ഞു തീരുമ്പോഴേക്കും ഞാൻ ദേഷ്യം കൊണ്ട് കിതച്ചു പോയിരുന്നു. ഐഷു എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് അവനെ മറ്റൊരാൾ പ്രപ്പോസ് ചെയ്യുന്നതൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. നിന്നെയും തിരിച്ച് റിച്ച് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്നെ മറ്റൊരാൾ അവൻ്റെ മുന്നിൽ വെച്ച് പ്രപ്പോസ് ചെയ്യുമ്പോൾ എന്നെ അവന് വേദനിച്ചില്ല? അവൾ പറഞ്ഞു നിർത്തിയതും ഞാൻ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവളെ പോലെ അവളെ നോക്കി. നിമിഷങ്ങൾ കഴിഞ്ഞു പോകും തോറും എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഐഷു വന്നെന്നെ ചേർത്ത് പിടിച്ച്, നിനക്ക് സങ്കടം വരാൻ പറഞ്ഞതല്ല ഞാൻ. നീ ഒരവസരം കിട്ടുമ്പോൾ നിൻ്റെ മനസ്സിലുള്ളത് റിച്ചുക്കാനോട് പറയും. യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും നേരത്തെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ഒരുപാട് പ്രതീക്ഷകൾ നെയ്തുകൂട്ടി തകർന്നു പോകുന്നതിനേക്കാൾ നല്ലത് ഇതല്ലേ മെഹറു? അവളുടെ വാക്കുകൾ കേൾക്കും തോറും എൻ്റെ നിയന്ത്രണങ്ങളുടെ കെട്ട് പൊട്ടിച്ച് കണ്ണുനീർ ചാടാൻ തുടങ്ങി. ഒരാശ്രയത്തിനെന്ന വണ്ണം ഞാൻ അവളെ അമർത്തിപ്പിടിച്ചു. ആശ്വാസം നൽകുന്ന പോലെ അവൾ എൻ്റെ തോളിൽ മൃദുവായി തട്ടിക്കൊണ്ടിരുന്നു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടും എൻ്റെ മനസ്സിൽ നിറയെ ഐഷു പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഡ്രസ്സ് പോലും മാറാതെ ഞാൻ കട്ടിലേക്ക് വീണു. എത്ര നിയന്ത്രിച്ച് നിർത്താൻ ശ്രമിച്ചിട്ടും എൻ്റെ മിഴികൾ നിറഞ്ഞുകൊണ്ടിരുന്നു. എന്നോട് അവൻ സോറിയാണ് പറഞ്ഞത്, അല്ലാതെ ഒരു വട്ടം പോലും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. സത്യത്തിൽ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടി ഞാനല്ലേ മണ്ടി. രാത്രി ഫുഡ് കഴിക്കാൻ ഉമ്മയും ഉപ്പയും മേഫിയും വന്ന് വിളിച്ചിട്ടും ഞാൻ പോയില്ല. തലവേദന എന്ന് പറഞ്ഞ് കിടന്നു. രാവിലെ ഫോൺ നിർത്താതെ റിങ് ചെയ്യുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത്. നോക്കുമ്പോൾ അജുവാണ്. കോളെടുത്തത് മുട്ടൻ തെറി. അപ്പോഴാണ് ഞാൻ ടൈം നോക്കിയത്. 8 മണി. അവന്മാർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് എന്നെ കാണാതെ വിളിച്ചതാണ്.
ഡാ, ഇന്ന് ഞാനില്ല, നിങ്ങൾ പൊയ്ക്കോ. എനിക്കൊട്ടും വയ്യ, അതുകൊണ്ടാണ്. നീ കാമുകനെ ഓർത്തോർത്ത് മാനസമൈനയും പാടി നടക്ക്. നിനക്കൊക്കെ നല്ല അടി കിട്ടാത്ത കുറവുണ്ട് എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചിട്ട് പോയി. ഞാൻ എഴുന്നേറ്റ് പതിയെ കിച്ചണിലേക്ക് ചെന്നു. ഉമ്മ അവിടെ തിരക്കിട്ട പണിയിലാണ്. ഉമ്മ എന്താ എന്നെ നേരത്തെ വിളിക്കാതിരുന്നേ? എൻ്റെ ക്ലാസ് മിസ്സായല്ലോ. ഞാൻ വന്ന് നോക്കുമ്പോൾ നീ നല്ല ഉറക്കമായിരുന്നു. തൊട്ട് നോക്കിയപ്പോൾ ചെറിയ ചൂടും ഉണ്ടായിരുന്നു. അതാ ഞാൻ വിളിക്കാതിരുന്നത്. ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ വന്ന് കഴുത്തിലും നെറ്റിയിലും കൈവച്ച് നോക്കി. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. നീ പോയി ഫ്രഷ് ആയി വാ, ഞാൻ കഴിക്കാനെടുത്ത് വയ്ക്കാം. ഞാൻ പോയി കുളിച്ച് റെഡിയായി വന്നു. റിച്ചുവിനെ ഓർക്കുമ്പോഴല്ല നെഞ്ചിനുള്ളിൽ വേദനയുടെ കുളുത്തിപ്പിടുത്തം ഉണ്ടാവാറുണ്ട്. ഞാൻ വെറുതെ പാട്ടും കേട്ടിരുന്നപ്പോഴാണ് ഉമ്മി വന്ന് റെഡിയാവാൻ പറഞ്ഞത്. ഞാൻ എന്തിനെന്നുള്ള ഭാവത്തിൽ ഉമ്മാനെ നോക്കി. നീ വേഗം റെഡിയായി വാ, എനിക്കൊന്ന് ആലിയാനെ കാണാൻ പോകണം. അപ്പച്ചിയുടെ വീട്ടിലാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയി റെഡിയായി വന്നു. അപ്പച്ചിയുടെ വീട്ടിലെത്തിയതും അവർ രണ്ടാളും കൂടി കിച്ചണിലേക്ക് പോയി ചളിയടി തുടങ്ങി. അതങ്ങനെയാ, നാത്തൂനും കൂടി ചേർന്നാൽ പിന്നെ പറയണ്ട. ഉമ്മയും അപ്പച്ചിയും കുഞ്ഞിലേ മുതൽ കൂട്ടുകാരായിരുന്നു. അപ്പച്ചീനെ കാണാൻ വന്നപ്പോഴാണ് ഉപ്പ ഉമ്മാനെ വളച്ച് കുപ്പിയിലാക്കിയത് എന്ന് ഉപ്പ എപ്പോഴും പറയാറുണ്ട്. ഞാൻ വെറുതെ അവിടെ മുഴുവൻ ചുറ്റി നടന്നു. വെറുതെ ഒന്ന് റിച്ചുവിൻ്റെ റൂമിൽ പോയി. അതിനകത്ത് കയറിയപ്പോൾ തന്നെ ബ്ലൂ ഫോർമൻ പെർഫ്യൂമിൻ്റെ മണം നിറഞ്ഞു നിൽക്കുന്നു. റിച്ചു അടുത്ത് വരുമ്പോഴും ഈ മണം തന്നെയാണ്. ഞാൻ അവൻ്റെ ബെഡിലിരുന്നു. അപ്പോഴാണ് അന്ന് ഐഷു തലയണ തലയുടെ ഓർമ്മ വന്നത്. അതോർത്തപ്പോൾ ഒരേ സമയം ചുണ്ടിൽ ചിരിയും മിഴിയിൽ നനവും വന്നു. അവൻ്റെ തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി. അതിലും അവൻ്റെ മണമായിരുന്നു. ആ പില്ലോയിലേക്ക് എൻ്റെ മിഴിനീര് വീണ് നനഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പച്ചിയും ഉമ്മയും ചോദിച്ചാൽ പറയാൻ മറുപടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയി മുഖം കഴുകി വീണ്ടും അവൻ്റെ ബെഡിൽ വന്നിരുന്നു. പില്ലോ കയ്യിലെടുത്ത് മടിയിലേക്ക് വെച്ചു. അപ്പോഴാണ് ഞാനത് കണ്ടത്. പില്ലോയ്ക്കടിയിൽ ബെഡിന് മുകളിലായി ഒരു വെള്ളിക്കൊല് സ്വർണ്ണം മാത്രം. നല്ല പരിചയം തോന്നുന്നു അത് കണ്ടിട്ട്. ഞാൻ കയ്യിലെടുത്ത് നോക്കി. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതുവരെ ഞാൻ അനുഭവിച്ച സങ്കടങ്ങളെല്ലാം നീരാവിയായി അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോയ പോലെ. ഞാൻ ആ കൊലുസിനെ എൻ്റെ ചുണ്ടോട് ചേർത്തു, പിന്നെ എൻ്റെ നെഞ്ചോടും. അതെൻ്റെ കൊലുസായിരുന്നു. നിറയെ മണികളുള്ള ഒരു വെള്ളിക്കൊലുസ്. അതിലൊരെണ്ണം കളഞ്ഞു പോയിരുന്നു പണ്ട്. 8ൽ പഠിക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് കയ്യിൽ കിട്ടിയതും ഞാൻ അവിടെ കിടന്ന് തുള്ളിച്ചാടാൻ തുടങ്ങി. പിന്നെ ഞാൻ അവിടെ മൊത്തം സെർച്ചിങ് ആരംഭിച്ചു. കുറേ നോക്കിയിട്ടും എൻ്റെ എന്ന് പറയാൻ അവിടെ ഒന്നും കിട്ടിയില്ല. അവസാനം ബെഡ് ഉയർത്തി നോക്കിയപ്പോൾ ഒരു ഷാള്. അതും എൻ്റേത്. മോനെ റോഷ, കള്ളക്കാമുക, നിന്നെ ഞാൻ എടുത്തോളാം. ഞാൻ ഷോൾ അവിടെ തന്നെ വെച്ചിട്ട് കൊലുസ് കയ്യിലെടുത്ത് താഴെ വന്നു. ഉമ്മച്ചി, നമുക്ക് റോഹു വരും മുന്നേ പോകണം, അല്ലെങ്കിൽ കോളേജിൽ ചെല്ലാത്തതിന് അവൻ എന്നെ പഞ്ഞിക്കിടും. അപ്പച്ചി, ഞാൻ ഇവിടെ വന്നെന്ന് പറയല്ലേ, തലവേദന കാരണം വീട്ടിൽ കിടക്കുന്നതെന്ന് അവന്മാരോട് പറഞ്ഞത്. ഞങ്ങൾ പറയില്ല, നീ തന്നെ പറയാതിരുന്നാൽ മതി. ഞാൻ സത്യത്തിൽ റോഹുവിനെ പേടിച്ചല്ല അങ്ങനെ അപ്പച്ചിനോട് പറഞ്ഞത്, റിച്ചുവിനെ പേടിച്ചാ. കൊലുസിൻ്റെ പേരിൽ ഒരു തിരച്ചിൽ വന്ന എൻ്റെ പേര് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ. അവരെല്ലാം കോളേജിൽ നിന്ന് തിരിച്ചെത്തും മുന്നേ ഞങ്ങൾ വീട്ടിലെത്തി. രാവിലെ റെയിൽവേ സ്റ്റേഷനിലെത്തി എന്നെ കണ്ടതും അവന്മാർ അന്തം വിട്ടു നോക്കി. കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച് പോയ ഞാൻ തുള്ളിച്ചാടി വരുന്നു. എന്താടി മെഹറു, നിനക്ക് സന്തോഷത്തിൻ്റെ അമിട്ട് പൊട്ടിയോ? അത് കേട്ടത് ഞാൻ രണ്ടിൻ്റെയും വയറിനിട്ട് ഒരു ഇടി കൊടുത്തു. ഡാജു, പ്രേമം മൂത്ത് ഭ്രാന്തായി ഇവൾക്ക്. ഇന്നലെ വരെ കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ദേഹോപദ്രവവും തുടങ്ങി. രോഹു പറഞ്ഞു നിർത്തിയതും ഞാൻ അവന്മാർക്ക് മുന്നേ പൊട്ടിച്ചിരിച്ചു. അത് കണ്ട് അവർക്ക് ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിൽ രണ്ടും എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. കോളേജിലെത്തിയതും ഐഷു എന്നെ എന്തൊക്കെയോ പറഞ്ഞു സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ചിരി വരുന്നുണ്ടെങ്കിലും ഞാൻ മുഖത്ത് കട്ട ശോകം വരുത്തിയിരുന്നു. ക്യാൻറ്റീനിൽ പോയി ചായയും വടയും തട്ടി ഞാനും ഐഷുവും കൂടി ക്ലാസ്സിലേക്ക് നടന്ന് സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയതും ഐഷുവിനെ സുഹാന വിളിച്ചു. അവൾ അവിടെ നിന്ന് സംസാരിച്ചു. ഞാൻ പതിയെ സ്റ്റെപ്പ് കയറി. ദാ വരുന്നു സ്റ്റെപ്പ് ഇറങ്ങി എൻ്റെ ചിഹ്ന്. അവൻ എനിക്ക് മുൻപിലുള്ള സ്റ്റെപ്പിലെത്തിയതും ഞാൻ അവന് മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ ഫ്രണ്ടിൽ കയറി തടസ്സം നിന്നു. അവൻ ഏത് ദിശയിലോട്ട് പോയാലും ഞാനും അതിനൊപ്പം തടസ്സമായി നീങ്ങിക്കൊണ്ടിരുന്നു. അവൻ കലിപ്പിട്ട് എന്നെ നോക്കി. എന്താ മോളുടെ ഉദ്ദേശം? ഇനി ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ച് പോയിട്ട് എന്ത് പറ്റി? ഞാൻ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൻ തിരിച്ചു എന്നെ തന്നെ നോക്കി നിന്നു. ആ നോട്ടത്തിൻ്റെ പ്രതിഫലനം എന്ന പോലെ എൻ്റെ ചുണ്ടിലൊരു കുസൃതി ചിരി വിരിഞ്ഞു. ഒരു കണ്ണടച്ച് അവനെ സൈറ്റടിച്ച് കാണിച്ചിട്ട് വയറിനിട്ടൊരു പിച്ചും കൊടുത്ത് ഞാൻ സ്റ്റെപ്പ് കയറി. അവൻ സകല കിളികളും പോയ മട്ടിൽ എന്നെ തന്നെ നോക്കി നിന്നു. അവന് കൂട്ടിനെന്ന പോലെ എനിക്ക് പുറകെ വന്ന ഐഷുവും ഇതൊക്കെ കണ്ട് അന്തം വിട്ടു നിൽക്കുന്നു. സൈറ്റടിച്ച് പോകുന്ന വഴിക്ക് വയറിനിട്ടൊരു പിച്ചും തന്ന് അവളൊരു പോക്ക്. ഇതൊന്നും പോരാത്തതിന് അവളുടെ ഒരു കൊല്ലുന്ന ചിരിയും. ഈ പെണ്ണിനിതെന്ത് പറ്റി? ക്ലാസ്സിലിരുന്നിട്ടും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവളുടെ ആ ചിരിയും സൈറ്റടിയും തന്നെ നിറഞ്ഞു നിൽക്കുന്നു മനസ്സിൽ. വെറുതെ ഒരു കാര്യമില്ലാതെ ഇരുന്ന് ചിരിക്കുന്ന എന്നെ കണ്ടിട്ട് മേഫ് ചോദിച്ചു, ഡാ റിച്ചു, നിനക്ക് എന്ത് പറ്റി?
എന്തിനാടാ വെറുതെ ഇരുന്ന് ചിരിക്കുന്നത്? ഒന്നുമില്ലടാ, വെറുതെ ഒന്ന് ചിരിച്ചതാ. എനിക്കെന്തോ ഒന്ന് ചിരിച്ചൂടെ? ഞങ്ങളുടെ നാട്ടിൽ വെറുതെ ഇരുന്ന് ചിരിക്കുന്നതിന് പറയുന്ന പേര് വേറെയാ. നിൻ്റെ നാട്ടിലെ കാര്യമൊന്നും അറിയില്ല, പക്ഷെ ഞാൻ ചിരിച്ചത് നിൻ്റെ വീട്ടിലുള്ളതിനെ ഓർത്താ. ആരെ? ദോവാ പോണതിനെയാണോ നീ ഉദ്ദേശിച്ചത്? ഞാൻ നോക്കുമ്പോൾ അവൾ എൻ്റെ ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുന്നു. മുന്നോട്ടാണ് നടക്കുന്നത്, എങ്കിലും നോട്ടം മൊത്തം ഇങ്ങോട്ടാണ്. എൻ്റെ മിഴികൾ അവളുടെ മിഴികളിൽ ഉടക്കിയ ആ നിമിഷത്തിൽ വീണ്ടും അതേ കൊല്ലുന്ന ചിരിയോടെ ഒരു ഫ്ലൈയിങ് കിസ് കൂടി. എൻ്റെ ബാക്കിയുള്ള കിളികൾ കൂടി കൂടും കുടുക്കിയെടുത്ത് ജില്ല വിട്ടുപോയി. എൻ്റെ പടച്ചോനെ, ഈ തലതെറിച്ച പെണ്ണിത് എന്ത് ഭാവിച്ച? അവളുടെ പ്രവർത്തികൾ കാരണം ഞാൻ വഴുതെറ്റിപ്പോകാതെ കാത്തോളന്നെ എൻ്റെ ബദരീങ്ങളെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പൊന്നാരളിയൻ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞാൽ മാതിരി ഇരിക്കുന്നു. ഡാ മേഫി, ഞാൻ അവനെ വിളിച്ചു. എവിടെ? അവനൊരനക്കമില്ല. ഞാനൊന്ന് അവനെ പിടിച്ചു കുലുക്കി. റിച്ചു, എൻ്റെ പെങ്ങളെ തന്നെയാണോ ഇതുവഴി ഇപ്പം പോയി? നിനക്കിപ്പോൾ സ്വന്തം പെങ്ങളെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ വയ്യേ? അതല്ല, അവളിപ്പോൾ എന്താ കാണിച്ചിട്ട് പോയേ? അതാടെ എനിക്കും മനസ്സിലാവാത്തത്. ഇന്നലെ വരെ എന്നെ കണ്ടാൽ പേടിച്ച് നടന്ന പെണ്ണാ. ഇപ്പം എനിക്ക് ആകെയുള്ള പേടി എൻ്റെ കലിപ്പൻ ഇമേജ് ആ കുരിപ്പ് കൊണ്ട കളയുമെന്ന. ഇന്നാലും അവൾക്ക് പെട്ടെന്ന് എന്ത് പറ്റി? ഇനി നിൻ്റെ ദിവ്യാനുരാഗത്തിൻ്റെ കഥ വല്ലതും അവൾ അറിഞ്ഞോ? പോടാ, മനുഷ്യനെ പേടിപ്പിക്കാതെ. അവളെങ്ങനെ അറിയാനാ? ആകെ അറിയുന്നത് എനിക്ക് നിനക്ക് മാത്രം. ഇനി നീ എങ്ങാനും അവളോട് പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. എന്തായാലും അവളുടെ മാറ്റത്തിന് പിന്നിലെ രഹസ്യം കണ്ടുപിടിച്ചേ പറ്റൂ. മേഫി, നീ വന്നേ, നമുക്ക് ക്യാൻറ്റീനിൽ പോകാം. ഇന്നിനി ക്ലാസ്സിലിരുന്നാലും ശരിയാകുമെന്ന് തോന്നുന്നില്ല. ക്യാൻറ്റീനിൽ ചെന്ന് 2 കോഫി വാങ്ങി ഞങ്ങൾ ഒരേ ടേബിളിലിരുന്നു. 2-3 സിപ്പ് എടുത്തിട്ട് ഞാൻ കോഫി തിരിച്ച് ടേബിളിൽ തന്നെ വെച്ചു. എൻ്റെ അടുത്ത സീറ്റിൽ ആരോ വന്നിരുന്ന പോലെ തോന്നി. എൻചാൻഡർ ബോഡി ലോഷൻ്റെ മണടിച്ചപ്പോഴേ അങ്ങോട്ട് നോക്കാതെ തന്നെ അതിനെ മനസ്സിലായി. പടച്ചോനെ, ഇവൾക്ക് ഇത്രയും ധൈര്യം എവിടുന്ന് കിട്ടി? മേഫിക്ക, ഞങ്ങൾക്ക് കൂടെ ഓരോ കോഫി വാങ്ങി തരുമോ? അവൾ കൊഞ്ചിക്കൊണ്ട് അവനോട് ചോദിച്ചു. ആഹാ, അവൾ മാത്രമല്ല, മറ്റേ 3 വാലികൾ കൂടി ഉണ്ട്. മേഫി 3 കോഫിക്ക് കൂടി ഓർഡർ കൊടുത്തു. എനിക്ക് അവളോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഞാൻ കോഫി എടുത്ത് വീണ്ടും സിപ്പ് ചെയ്തു, തിരികെ വെച്ചു. അപ്പോഴേക്കും അവർക്കുള്ള കോഫി വന്നു. മെഹ്റു അവളുടെ കോഫി കപ്പ് ചുണ്ടോട് ചേർത്തു. എന്നിട്ട് അയ്യോ എന്ന വിളിയോടുകൂടി കപ്പ് താഴെ വെച്ചു. എന്താ മെഹ്റു, എന്തു പറ്റി? അവരെല്ലാവരും ഒരേ സ്വരത്തിൽ അവളോട് ചോദിച്ചു. ഒന്നുമില്ല, ഈ കോഫിക്ക് ഭയങ്കര ചൂട്, നാവ് പൊള്ളിയെന്ന് തോന്നുന്നു. അത്രയേ ഉള്ളൂ, എന്നാലത് തണുക്കട്ടെ, എന്നിട്ട് കുടിക്കാം. എനിക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാനൊന്നും വയ്യ. ഒരു കാര്യം ചെയ്യ്, റിച്ചുവൊക്കെ എൻ്റെ കോഫി എടുത്തോ, എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കോഫി കപ്പ് എടുത്ത് അവൾ ചുണ്ടിൽ ചേർത്തു. എനിക്കൊന്ന് പ്രതികരിക്കാൻ കഴിയും മുന്നേ അവൾ കോഫി തീർത്ത് കപ്പ് ടേബിളിൽ വെച്ചു. ഞാൻ നോക്കുമ്പോൾ ബാക്കി എല്ലാ എണ്ണവും കുനിഞ്ഞിരുന്ന് ചിരിക്കുന്നു. ഇതൊന്നും കാണിച്ചത് പോരാഞ്ഞിട്ടാണോ എന്തോ അവളുടെ അടുത്ത ഡയലോഗ്. ഇന്നെന്താണാവോ ഈ കോഫിക്ക് ഒടുക്കത്തെ മധുരം, ഇതുവരെ കുടിച്ച കോഫിക്കൊന്നും ഇല്ലാത്തൊരു അപാര രുചിയും. അതും കൂടി കേട്ടതും 4 എണ്ണം കൂടി കിടന്ന് അറഞ്ചം പൊറഞ്ചം ചിരിക്കുന്നു. ഡി പുല്ലേ, കുറേ ആയല്ലോ തുടങ്ങിയിട്ട്, എന്താ നിൻ്റെ മനസ്സിൽ? എൻ്റെ ദേഷ്യം കണ്ടതും 4 എണ്ണം സ്വിച്ചിട്ട പോലെ ചിരി നിർത്തി. ഞാൻ അതേ കലിപ്പിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. എവിടെ, അവൾക്കൊരു ഉലുക്കമില്ല. ചുണ്ടിലിപ്പോഴും ആ കൊല്ലുന്ന ചിരി. ഞാനൊന്നും മിണ്ടാതെ ക്യാൻറ്റീനിൽ നിന്നും ഇറങ്ങിപ്പോയി. നോക്കുമ്പോൾ എനിക്ക് പിറകെ നടന്നു വരുന്ന ആ കുരിപ്പ്. ഇവൾ എന്നെയും കൊണ്ടേ പോകുമെന്നാണ് തോന്നുന്നത്. ഞാൻ നടത്തത്തിൻ്റെ സ്പീഡ് കൂട്ടി. അപ്പോൾ ആ കുരിപ്പ് ഓടുന്നു. ഞാൻ അവിടെ തന്നെ നിന്നു. ഇവിടെ ആകുമ്പോൾ ക്യാൻറ്റീനിൽ നിന്ന് കോളേജിൻ്റെ ഫ്രണ്ടിൽ ചെല്ലാനുള്ള ഇടനാഴി ആയതുകൊണ്ട് അധികാരമില്ല. ഓടി വന്ന് എൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കുക, നിങ്ങളെന്താ റിച്ചിക്ക കോഫി കൊടുക്കാതെ പോയേ? എൻ്റെ കോഫി കുടിപ്പിക്കാനാണോ നീ കഷ്ടപ്പെട്ട് ഓടി വന്നേ? അല്ല, അതല്ല. അറിയാമേലാഞ്ഞിട്ട് ചോദിക്കുക, എന്തിനാ ഇങ്ങനെ കോമാളിത്തരം കാണിച്ച് എൻ്റെ പുറകെ നടക്കുന്നത്? ഇഷ്ടമുണ്ടായിട്ട്. ആർക്കാരും ഇഷ്ടമുണ്ടായിട്ട്? എനിക്ക് നിങ്ങളെ ഇഷ്ടമുണ്ടായിട്ട്. ഇനിയും മനസ്സിലായല്ലോ എന്നുണ്ടോ? എങ്കിൽ കുറച്ച് വിശദമായി പറഞ്ഞു തരാം. ഈ റോഷൻ അഹമ്മദിനെ സംന മെഹറിൻ പ്രണയിക്കുന്നു. എൻ്റെ ഉയരിനേക്കാളും ഉടലിനേക്കാളും ഈ ലോകത്തുള്ള മറ്റെന്തിനേക്കാളും നിങ്ങളോട് എനിക്ക് അടങ്ങാത്ത പ്രണയമാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. പടച്ചോനെ, ഈ പെണ്ണിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി എനിക്ക് തരണേ. ഇനിയും ഇവിടെ നിന്ന് എൻ്റെ മൈൻഡ് എൻ്റെ കൺട്രോളിൽ നിൽക്കില്ല എന്ന് ഉറപ്പ് വന്നതോടെ ഞാൻ അവളെ നോക്കാതെ മുന്നോട്ട് നടന്നു. അതെ, എൻ്റെ മുഖത്ത് നോക്കാതെ ഓടി ഒളിച്ചോ? എത്ര നാൾ എന്നെ ആ നെഞ്ചിനുള്ളിൽ ഒളിപ്പിച്ച് വെക്കുമെന്ന് അറിയണം കേട്ടോടാ കള്ളത്തിരുമാലി. അറിയാതെ ഞാൻ തിരിച്ചുപോയി. ഇങ്ങനെ പോയാൽ പഠിപ്പ് കംപ്ലീറ്റ് ചെയ്യലും സ്വന്തം കമ്പനി ഉണ്ടാക്കലൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അതിനു മുന്നേ ഇതിന് മഹർ കൊടുക്കേണ്ടി വരും. അന്ന് വീട്ടിലെത്തിയിട്ടും മനസ്സ് മുഴുവൻ അവളും അവളുടെ കാട്ടിക്കൂട്ടലും മാത്രമായിരുന്നു. രാവിലെ കോളേജിലെത്തി കാറ് പാർക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഫസ്റ്റ് കണി മെഹറുവാണ്.
എന്നെ കണ്ടില്ല എന്ന് തോന്നുന്നു. മുഖം കണ്ടിട്ട് നല്ല കലിപ്പിലാണെന്ന് തോന്നുന്നു. അവളുടെ വാലും ഉണ്ട് കൂടെ. ഐഷു. ഞാൻ നടന്ന് അവർക്കടുത്തെത്തിയപ്പോഴാണ് ആ റസാഖ് അവളോട് സംസാരിക്കുന്നത് കണ്ടത്. ഡി, എനിക്കെന്താ കുഴപ്പം? കാണാൻ ഗ്ലാമർ ഇല്ലേ, കുടുംബമഹിമയില്ലേ, സാമ്പത്തികമില്ലേ, പിന്നെ നീ എന്നെ റിജക്റ്റ് ചെയ്യാനുള്ള കാര്യം എന്താ? റസാഖ് മെഹ്റൂനോടാണ് ചോദിക്കുന്നത്. അതെ, തനിക്കിതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല. ഞാൻ ഓൾറെഡി ബുക്ക്ഡാണ്. എൻ്റെ നിക്കാഹ് എനിക്ക് ഓർമ്മ വയ്ക്കും മുന്നേ ഉറപ്പിച്ചതാണ്. മാത്രമല്ല, ഞാൻ ഈ ലോകത്ത് സ്നേഹിക്കുന്നതും ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും അവനോടൊപ്പം മാത്രം. അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടേക്ക്. ഇതൊക്കെ നമ്പറാണെന്ന് എനിക്കറിയാം. നിനക്ക് എന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നടക്കില്ല മോളെ. ഞാൻ ഈ കോളേജ് വിട്ടും പോകും മുന്നേ നിന്നെക്കൊണ്ട് തന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിച്ചിരിക്കും. അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ടെങ്കിലും ഞാൻ ക്ഷമിച്ചു. ഐഷു, ഇവിടെ എന്താ? ഞാൻ അങ്ങോട്ട് ചെന്നു. ആദ്യമായി ഞാൻ ഐഷുവിനോട് മിണ്ടുന്നത് കൊണ്ടാവാം അവൾ എന്നെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ പറഞ്ഞു, അത് ഞങ്ങളെ ക്ലാസ്സിൽ പോകാൻ അനുവദിക്കുന്നില്ല. നിങ്ങളുടെ ക്ലാസ്സിൽ പോകാൻ ഇവൻ്റെ അനുവാദം എന്തിനാ? നിങ്ങൾ പോ. ഡാ റോഷൻ, നീ നിൻ്റെ കാര്യം നോക്ക്. ഇത് ഞാനും അവളും തമ്മിലുള്ള പ്രശ്നം. അതൊക്കെ കോളേജിന് പുറത്ത്. ഇതിനുള്ളിൽ എന്ത് പ്രശ്നം വന്നാലും എനിക്ക് ഇടപെടാം. ഞാൻ ഈ കോളേജിൻ്റെ ചെയർമാൻ ആയിരിക്കുന്നിടത്തോളം കാലം. അതുകൊണ്ട് നീ ഇപ്പം പോ, നിൻ്റെ ഏരിയയിൽ പോ. ഇതെൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുട്ടികളാണ്. ഞാൻ നോക്കുമ്പോൾ അത് രണ്ടും ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ നിന്ന് വായി നോക്കുന്നേ? ക്ലാസ്സിൽ പൊടി എന്ന് ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞതും പെണ്ണൊരോട്ടം. തിരിഞ്ഞു നടന്ന റസാഖിനെ ഞാൻ വിളിച്ചു. അതെ, ഒന്ന് നിന്ന റസാഖ്. ഞാൻ പറഞ്ഞെന്ന് കരുതി പുറത്തൊന്നും വെച്ച് അവളെയൊന്നും പറയല്ലേ. അടിവരുന്ന വഴിയറിയില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പേടിക്കേണ്ട മോനെ റോഷൻ. ഓ ആയിക്കോട്ടെ, കണ്ടറിയാത്തവർ കൊണ്ടറിയും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാനും ക്ലാസ്സിൽ പോയി. അന്ന് പിന്നെ കുട്ടിപ്പിശാചിനെ കണ്ടില്ല. കഴിവതും അവളുടെ മുന്നിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രമിച്ചു. രാത്രി ഏറെ വൈകിയും നിദ്രാദേവി തിരിഞ്ഞു പോലും നോക്കാത്തതുകൊണ്ട് അവളുടെ പാദസരം നോക്കിയത്. സാധാരണ ഞാൻ ഉറങ്ങുമ്പോൾ എന്നും എൻ്റെ നെഞ്ചോട് ചേർന്നതുണ്ടാവാറുണ്ട്. ഈ പോയ ദിവസങ്ങളിൽ പെണ്ണിൻ്റെ കോപ്രായങ്ങളിൽ മുഴുകി നടന്നതുകൊണ്ട് ഇതിനെ നോക്കിയില്ല. ഇവിടെ വെച്ചിരുന്നതാണല്ലോ, എവിടെ പോയി? ഞാൻ എൻ്റെ റൂം മൊത്തം അരിച്ചു പെറുക്കി നോക്കി. എല്ലാം ഉണ്ട്, എൻ്റെ പ്രിയപ്പെട്ടത് മാത്രം കാണാനില്ല. എന്നാലും എവിടെ പോയി? ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണല്ലോ. ഓർക്കും തോറും ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. എത്രയോ വർഷങ്ങളായി ഞാൻ എൻ്റെ പ്രാണം പോലെ കൊണ്ടു നടക്കുന്നതാണ്. ഇനി അവളെങ്ങാനും ഇങ്ങോട്ട് വന്നു, അത് കണ്ടിട്ടാണോ പെണ്ണി കാണിച്ചു കൂട്ടുന്നതെല്ലാം? എന്തായാലും നേരെ ഒന്ന് പുലർന്നോട്ടെ, ഉമ്മാനോട് ചോദിക്കാം. അവളുടെ അടുത്താണ് അത് കിട്ടിയതെങ്കിൽ പിന്നെ ഈ മുഖം മൂടി അഴിച്ചു വെക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എന്നെ താങ്ങാൻ നീ ഒരുപാട് പാടുപെടും പെണ്ണെ. ഇത്രയും വർഷം ഉള്ളിൽ ഒളിപ്പിച്ചതെല്ലാം പുറത്ത് വരുമ്പം എൻ്റെ പെണ്ണിനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ ആവോ? ഞാൻ ഫോൺ എടുത്തു. അതിലൊരു ഹൈഡ് ഫോൾഡർ ഓപ്പൺ ചെയ്തു. അതിൽ നിറയെ അവളുടെ ഫോട്ടോസായിരുന്നു. അവളുടെ വിടർന്ന കണ്ണുകളും ഇളം പിങ്ക് നിറത്തിലുള്ള ചുണ്ടുകളും കാണും തോറും അവളെ ഒന്ന് കാണണം എന്ന് തോന്നി. ബെഡ് ഉയർത്തി അവളുടെ ഷോൾ എടുത്തു. അതിലേക്ക് മുഖം പൂഴ്ത്തി. അതിനിപ്പോഴും അവളുടെ മണമാണ്. അതുള്ളപ്പോൾ അവൾ അടുത്തുള്ള അതേ ഫീലാണ്. ഞാനും നീയും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരികയാണല്ലോ പെണ്ണെ. രാത്രിയുടെ ഏതോ യാമങ്ങളിൽ നിദ്രാദേവിയുടെ അനുഗ്രഹം അവന് ലഭിച്ചു. രാവിലെ റിച്ചു നേരത്തെ ഉണർന്ന് ഉമ്മാൻ്റെ അടുത്തെത്തി. ഉമ്മ, കഴിഞ്ഞ ദിവസങ്ങളിൽ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? ഇല്ല മോനെ, എന്താ നീ അങ്ങനെ ചോദിച്ചേ? ഉറപ്പാണോ ആരും വന്നില്ല എന്ന്? ഉറപ്പ്. ആരെങ്കിലും വന്നെങ്കിൽ നീ ചോദിക്കാതെ തന്നെ ഞാൻ പറയുമായിരുന്നല്ലോ. പണ്ടാരം, ഈ വീട്ടിലല്ലെങ്കിലും അങ്ങനെ ഒരു സാധനം വെച്ചാൽ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിച്ചു അവിടെ മൊത്തം വെരുകിനെ പോലെ നടക്കാൻ തുടങ്ങി. രോഹു ഫ്രഷായി താഴെ എത്തുമ്പോഴും റിച്ചു തിരച്ചിൽ നിർത്തിയിട്ടില്ല. എന്തായിക്ക കളഞ്ഞു പോയ എന്താന്ന് പറഞ്ഞാൽ ഞാനും കൂടി സഹായിക്കാം. നിന്റെ തല ഒന്ന് പോടച്ചക്കാം എന്ന് പറഞ്ഞുകൊണ്ട് റിച്ചു ചാടിത്തുള്ളി റൂമിൽ പോയി. റിച്ചുവിൻ്റെ കാട്ടിക്കൂടലുകൾ കണ്ടിട്ട് അവൻ്റെ ഉമ്മ ഫോണും കയ്യിലെടുത്ത് പുറത്തേക്ക് പോയി. ആരും അടുത്തില്ല എന്ന് ഉറപ്പായപ്പോൾ അവരൊരു നമ്പർ ഡയൽ ചെയ്തു ചെവിയോട് ചേർത്തു.